ഇന്നൊരു വാട്രീറ്റിനിടെയാണ് രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഉറക്കം എണീറ്റ് വരുന്നത്. അമ്മാമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഭയങ്കര ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞു. എന്തിൻ്റെ ശബ്ദവും? കുക്കറിൻ്റെ ശബ്ദമെന്ന്. ഇന്ന് രാവിലെ അമ്മ ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ആൾ ഇന്നലെ പറഞ്ഞു അമ്മാമ്മ എനിക്ക് പുട്ടും കടലക്കറിയും ഉണ്ടാക്കി തരണമെന്ന്. പക്ഷേ അരി ഉഴുന്നും വെള്ളത്തിയിട്ടുകൊണ്ട് അമ്മ ദോശയും കടലക്കറിയും ഉണ്ടാക്കി. അതൊക്കെ കഴിച്ച് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു മഴ പിടിച്ചൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്നോട് ചോദിക്കും അമ്മ എനിക്ക് എന്തെങ്കിലും തിന്നാനെടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു മോക്ക് അമ്മ എനിക്ക് ചിപ്സ് തരട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. അങ്ങനെ എന്തോ വീഡിയോ എടുത്താലും ഒത്തു കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ സൂപ്പറാ പറഞ്ഞു പഠിച്ചുകൊണ്ട് ചിപ്സ് കഴിച്ചിട്ട് ആളെന്നോട് പറയുക സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ അവിടെ തന്നെ ചീത്ത പറയുന്നു കൊച്ചിനെ എല്ലാം പഠിപ്പിച്ച് കൊടുത്തു വെച്ചേക്കും, അതെന്തോ കഴിച്ചാലും ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു മക്കൾക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം വേണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഗ്ലാസ്സിനകത്ത് ഇച്ചിരി വെള്ളവും കൂടെ, അവൾ നേരത്തെ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരുന്നത് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ അതും കുടിച്ചിട്ട് അതും സൂപ്പറാന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് അമ്മയുടെ കയ്യിൽ ഇരുന്നൊരു തവിയായിരുന്നു, അത് വെച്ച് എനിക്കൊരു ഇറിയും കിട്ടി. അമ്മ എന്നോട് പറയും നീ ഈ കൊച്ചിനെ വേണ്ടാത്ത എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു മക്കളെ വെള്ളത്തിനൊന്നും ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു എന്നെ മനസ്സിലാക്കി കൊടുത്ത്. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് ആരും ചോറ് കഴിക്കല്ലേ, വിഷ്ണുവിൻ്റെ കയ്യിൽ ബിരിയാണി കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഞങ്ങൾ വിചാരിച്ചു ഒരു ബിരിയാണി കാണത്തുള്ളെന്ന്. വന്നപ്പോൾ ഉണ്ടടാ 2 ബിരിയാണി. ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഉത്തുവിനോട് ആ ഒരു ബിരിയാണി തന്നു. അങ്ങനെ ആൾ എനിക്ക് വേണ്ടി സെർവ് ചെയ്ത് തരുമോ ഇത്. അമ്മയ്ക്ക് ഞാൻ തരാം, എനിക്ക് മുട്ട വേണ്ട, അമ്മ മുട്ട എടുത്തോ, പക്ഷേ പപ്പടം എനിക്ക് തരണേ എന്നും പറഞ്ഞ് എനിക്കുള്ളതൊക്കെ എനിക്ക് പാത്രത്തിനകത്താക്കി തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പപ്പടവും മേടിച്ച് ചിക്കനും കൂട്ടിയിരുന്ന് തട്ടുക. എന്നോട് പറയുന്നുണ്ട് അമ്മേ എരിയുണ്ടമ്മേ, നല്ല എരിയുണ്ടമ്മേ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ കഴിക്കുന്നു. അന്നേരം കുഞ്ഞമ്മ അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ബിരിയാണി വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നേരുന്നു. അപ്പോൾ അയ്യാടി എനിക്ക് ബിരിയാണി വേണം, ക്യാരറ്റ് വേണ്ട, കുഞ്ഞമ്മ വേണേ അത് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവക്കുള്ള പാത്രത്തിൽ നോക്കുക കുഞ്ഞമ്മയ്ക്ക് ചിക്കൻ വേണോ എന്ന് ചോദിച്ചപ്പം ആൾ പറഞ്ഞ് എനിക്ക് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരം സൂപ്പറാന്ന് പിന്നെയും കാണിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ദാണ്ടെ പിണറയെന്നൊരു പുളി വീണ്. അന്നേരം ഞാൻ ഓടിപ്പോയി ആ പിണറും പുളി എടുത്തുകൊണ്ട് വന്നപ്പം ഞങ്ങൾക്ക് ഈ മാങ്കോസ്റ്റിൻ തിന്നുന്ന ടേസ്റ്റ് തോന്നി. ഈ പിണറും പുളി തിന്നുമ്പോൾ ശകലം വ്യത്യാസം എനിക്ക് തോന്നാറുള്ളൂ. കാരണം ഇച്ചിരി പുളി ഇതിനുണ്ട്, അതിന് ഇച്ചിരി നല്ല മധുരമുണ്ട്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്നേരം ഞാൻ ഉത്തുവിനോട് ചോദിച്ചു മാങ്കോസ്റ്റിൻ വേണമെന്ന്. കാരണം ഉത്തുവിന് ഇപ്പോൾ മാങ്കോസ്റ്റിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുളി മുറിച്ചിട്ട് അതെടുത്ത് വായിക്കകത്ത് വെച്ച് കൊടുത്തു. പക്ഷേ ആളത് കഴിച്ച ആൾക്ക് ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലതാമ്മയെന്നിരുന്ന് കാണിച്ച്. പിന്നെ വൈകുന്നേരം ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി കൊണ്ടുവന്നിരുത്തിയിട്ട് രാവിലത്തെ ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ നല്ല ചൂടോടെ 2 ദോശയും രാവിലത്തെ കടലക്കറിയും ചൂടാക്കി കൊടുത്ത് അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.